2 തെസ്സലോനിക്കർ 3 അധ്യായം 3 വാക്യവും 13 വാക്യവും. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. 13 വാക്യം. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്ന് പോകരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാൽ രചിക്കപ്പെട്ട ലേഖന വേദഭാഗങ്ങളാൽ സുവിശേഷീകരണ ദൗത്യം പ്രാധാന്യമുള്ളതായിത്തീരുന്നു. കർത്താവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാർ അതിൻ്റെ മഹത്വം വന്നത് പിന്നീട് തിരിച്ചറിയുകയും വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാതെ മുന്നേറുന്നതായി കാണുന്നതിനും കഴിയുന്നു. അത്തരത്തിൽ വിശ്വാസ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഇൻപശബ്ദം അപ്പോസ്തലനിലൂടെ അറിയിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവോ വിശ്വസ്തൻ. ലോകത്തിലെ സ്ഥാനങ്ങളെല്ലാം, ബന്ധങ്ങളെല്ലാം പലപ്പോഴും അവിശ്വാസത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യുമ്പോൾ സർവശക്തനായ കർത്താവ് വിളിച്ചവൻ വിശ്വസ്തനാണ്. ആയതിനാൽ നമ്മെ ദുഷ്ടനായവൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം വിശ്വസ്തനായ പിതാവ് ഉള്ളം കയ്യിലെ വസ്തു എന്ന പോലെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ അണയ്ക്കുന്നത് പോലെ അണയ്ക്കുകയാണ്. അത്തരത്തിൽ നമ്മിൽ നിന്ന് മറ്റൊന്ന് കർത്താവിന് ലഭിച്ചില്ല എങ്കിൽ പോലും വിളിച്ചവനായ ദൈവം വിശ്വസ്തനായിട്ട് നിന്ന് തൻ്റെ മക്കളെ കാത്തു സൂക്ഷിക്കുമ്പോൾ കർത്താവ് തൻ്റെ മക്കളോടായി പറയുന്നു: നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ജീവിതയാത്ര നന്മയുടെ പര്യായമായി തീർക്കുന്നതിലേക്ക് കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നമ്മെ കരുതുമ്പോൾ, കർത്താവ് വിശ്വസ്തനായി കൂടെ ഇരിക്കുമ്പോൾ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, അന്ധകാരശക്തിയുടെ പിടിയിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കുമ്പോൾ മക്കളാകുന്ന നമുക്ക് കർത്താവിൻ്റെ ശ്രേഷ്ഠ ഗുണത്തെ പ്രതിബിംബിക്കാം, നന്മ ജീവിത യാഥാർത്ഥ്യമാക്കാം. പ്രാർത്ഥിക്കാം. കൃപയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുമ്പോൾ വിളിച്ചവനായ ദൈവം വിശ്വസ്തനെന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ പൊന്നുപോലെ അങ്ങയുടെ ഉള്ളങ്കയിലെ വസ്തു എന്ന പോലെ ഇന്നുവരെ കാക്കുന്നതിനാൽ ഞങ്ങളുടെ ശ്രേഷ്ഠതകൾ കണക്കിടാതെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനാൽ പ്രശംസിപ്പാൻ ഒന്നുമില്ലാത്ത ഞങ്ങളുടെ ജീവിതങ്ങളെ കരുതുന്നതിനാൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു നാഥ. കർത്താവെ, നന്മയുടെ പ്രതിനിധികളായി തീരുന്നതിന് അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. ആയതിലൂടെ കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്താൽ ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ആർജിപ്പാൻ ഇടവരുത്തണമേ. ബലഹീനരാണ് നാഥ, ബലമുള്ള കരങ്ങളിൽ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളും ഞങ്ങളുടെ പ്രാരാബ്ദങ്ങളും ഞങ്ങളുടെ കടഭാരങ്ങളും പ്രതിസന്ധികളും രോഗാതുരമായ അവസ്ഥകളുമൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ പരിഹരിക്കപ്പെടുവാൻ ഇടവരുത്തണമേ. ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. അങ്ങ് ഞങ്ങളെ കരുതിയില്ല എങ്കിൽ ആർ കരുതുന്നാഥ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് വിനയപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തെ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.